ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ടിക്ക മസാല. അപ്പം പിന്നെ നമുക്ക് വേഗം തന്നെ വീഡിയോ കാണാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാലേ നിങ്ങൾക്കിതിൻ്റെ റെസിപ്പി കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തെടുക്കുന്നത് ചിക്കനാണ്. ബോൺലെസ് ചിക്കനാണ് ശരിക്കും വേണ്ടത്, പക്ഷേ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ എല്ലോട് കൂടിയ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്തായാലും. ഇനിയിപ്പോൾ ഇത് ചിക്കനിലേക്ക് നമുക്ക് മസാല തയ്യാറാക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളതെന്ന് വെച്ചാൽ തൈരാണ്. അപ്പോൾ തൈര് നിർബന്ധമായിട്ട് വേണം. അപ്പോൾ തൈരും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ മുളക് പൊടിയും മഞ്ഞൾ പൊടി ഇതൊക്കെയാണ്. ഇപ്പോൾ ഇതെല്ലാം വീഡിയോ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ചിക്കൻ്റെ അളവ് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ചുള്ള പൊടികളും കൂടുതൽ എടുക്കണേ. ഇതിപ്പോൾ ഇതാ ഒരു അര ടീസ്പൂണായിട്ട് പെരുംജീരകപ്പൊടി എടുത്തിട്ടുണ്ട്. ജീരകപ്പൊടി, പിന്നെ മഞ്ഞൾ പൊടി, പിന്നെ ഇതാ അര ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണേ. പിന്നെ ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഇതുപോലെ സൺഫ്ലവർ ഓയിലും ഒരിത്തിരി വിനാഗിരി ഒഴിക്കണേ. അത് ഞാൻ ചേർത്താൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മസാല തേച്ച് നമുക്കൊരു 1-2 മണിക്കൂറോളം ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഇതൊന്ന് മസാല പിടിപ്പിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ റെഡ് കളർ ചേർക്കുന്നുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ ഞാനിത് കുറച്ച് റെഡ് കളർ ചേർക്കുന്നുണ്ട്, ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാനിത് വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഒരു ഇത്തിരി കളറും കൂടി ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് 2 മണിക്കൂറിന് ശേഷം ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഞാനിതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചിക്കൻ ടിക്ക മസാല എന്നുള്ള ഈ ഒരു റെസിപ്പി നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മളെ റെസ്റ്റോറൻറ്റിലെ ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതെൻ്റെ ഡിന്നർ സ്പെഷ്യലാണ്. അതായത് നല്ല പാൽ പൊറോട്ടയും ചിക്കൻ ടിക്ക മസാലയാണ്. അപ്പോൾ ഇത്ര സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ കാരണം ഞാൻ പിന്നെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ചാനലിൽ 1K സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. ആ ഒരു സന്തോഷം നിങ്ങളെയും കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതിയാണ് ഞാൻ ഈ ഒരു വീഡിയോയും കൂടി എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടുണ്ട്. എനിക്ക് 1000, അതായത് 1K ഫാമിലി എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അതായത് ഒരു സബ്സ്ക്രൈബിൽ നിന്ന് അത് 1000ത്തിലേക്ക് ആയതിൻ്റെ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ്. അപ്പോൾ ഇത് 1000 സബ്ബായി. ഇനി 4000 വാച്ച് ഹൗസ് ആവണം. വാച്ച് ഹൗസ് തീരെ കുറവാണ്. അപ്പോൾ നിങ്ങളാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത്. നിങ്ങളെൻ്റെ എല്ലാ വീഡിയോസും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്തതിൽ മാത്രമേ എനിക്ക് 4000 വാച്ച് ഹൗസ് പൂർത്തിയാക്കാൻ പറ്റൂ. അപ്പോൾ നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ആകാൻ വേണ്ടിയിട്ട് 1000 സബ്ബും 4000 വാച്ച് ഹൗസാണ് വേണ്ടത്. പക്ഷേ എൻ്റെ വാച്ച് ഹൗസ് വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം പിന്നെ ഇതാ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചെറുതായിട്ട് അടിക്ക് പിടിക്കും തൈരൊക്കെ ചേർക്കുന്നത് കൊണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് നല്ല ഘനമുള്ള പാത്രത്തിൽ തന്നെ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുത്തേ. അപ്പോൾ ആ ഒരു ചിക്കൻ ഫ്രൈ ആക്കി ആ ഒരു ഓയിലിൽ തന്നെ ഞാനിതാ ഒരു 2 സവാള ചെറുതായി, അതായത് കുനുകുന അരിഞ്ഞെന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് സവാള നന്നായിട്ട് ഒന്ന് വന്നു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു നിറത്തിലായി കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാന്ന് വെച്ചാൽ ഞാൻ ഇതേപോലെ തന്നെ 2 വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് മിക്സിയിൽ നന്നായി ഒന്ന് എന്താ പറയുക അരച്ചെടുക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ അതിൻ്റെ ഇടയിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതായത് ഞാൻ ഇത് പേസ്റ്റ് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം തക്കാളി പേസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 1000 സബ്സ്ക്രൈബായ സന്തോഷം, എനിക്ക് അത്രയും സന്തോഷമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തക്കാളി പേസ്റ്റ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് കുക്ക് ചെയ്യേ. അപ്പോൾ വീഡിയോ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യണം. കാരണം വെച്ചാൽ ഇത് ഇങ്ങനെ കുറുകി എടുത്തിട്ട് ഒരുപാട് ടൈം ഇങ്ങനെ ചെയ്താലാണ് അതിൻ്റേതായ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ കിട്ടും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ അതിനുശേഷം ഇത് ഞാൻ ഒരു വലിയ ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് നന്നായി ഇതേപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾ പൊടിയും പിന്നെ ഒരു 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് മസാലയിലൊന്ന് എന്താ പറയുക ഒരു പച്ചച്ചോയ മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണേ. ചപ്പാത്തിക്കും പൊറോട്ടക്കും ഇതിനൊക്കെ നല്ല അടിപൊളി ഡിഷാണ്, നല്ല ടേസ്റ്റാണ് ഇത്. അപ്പോൾ ഞാനിന്ന് പാൽ പൊറോട്ടയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊന്നും ഇട്ടിട്ടില്ല, ഇന്ന് ഫുള്ള് ബിസി ആയിപ്പോയി. അപ്പോൾ പിന്നീട് ഒരു ദിവസം ഞാൻ പാൽ പൊറോട്ടൻ്റെ റെസിപ്പി എന്തായാലും വീഡിയോ ചെയ്യാം. 1K സബ്ബായത് കൊണ്ട് ഞാനൊരു കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുട്ടികൾ പറഞ്ഞ് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ഈ ചിക്കൻ ടിക്ക മസാലയും പാൽ പൊറോട്ട ഉണ്ടാക്കിയിട്ടുള്ളത്.
അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന യൂട്യൂബർ ആണെങ്കിൽ അവർക്കുള്ളതാണ് ഇത്. അപ്പോൾ നിങ്ങളുടെ ചാനലിൽ സബ്ബ് കുറവാണെങ്കിൽ ഒന്നും പേടിക്കണ്ട, സബ്ബൊക്കെ അങ്ങനെ കയറി വരും. ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, 50 സബ്ബൊന്നും 100 സബ്ബൊന്നും ഒക്കെ ഈ ഒരു 1K സബ്ബാകാൻ നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇതിലും ഒരുപാട് സബ്ബ് നിങ്ങൾക്കും കിട്ടും. മസാലയൊക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഫ്രൈ ചെയ്ത് വെച്ചാൽ ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ഇട്ട് കൊടുത്ത് ഇതാ. അപ്പോൾ ഗ്രേവിയൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തിക്ക് വേണോ അല്ലെങ്കിൽ ലൂസ് വേണോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. അപ്പോൾ ഈ ഒരു ചിക്കൻ ടിക്ക മസാലയ്ക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീമും കസ്തൂരി മേത്തിയാണ്. അപ്പോൾ ഫ്രഷ് ക്രീം നിർബന്ധമായിട്ട് വേണം. അപ്പോൾ ഏകദേശം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാനൊരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്രഷ് ക്രീമും കസ്തൂരി മേത്തിയും മല്ലിച്ചപ്പും എല്ലാം ഇട്ടെടുത്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇടയ്ക്ക് ഇങ്ങനെയൊരു സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്കും ഹസ്ബൻഡിനും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി നല്ലൊരു റെസിപ്പിയുമായി ഞാൻ വരും. ബായ്.